അത് എക്സ്ആറിൽ കൂടി വിശദമായി ഓരോരുത്തരെയും പരിശോധിക്കണം എന്ന് തോന്നുകയാണ്. യെസ്, അപ്പോ ത്രികോണപ്പോരിൽ ആര്? ഇന്നത്തെ കേരളത്തെ നിർണയിച്ചവരിൽ പ്രധാനിയായ KM മാണിയുടെ പേരുകൊണ്ട് വളരെ ശ്രദ്ധേയമായ പാലാ മണ്ഡലം തന്നെയാണ് നമ്മൾ ഇന്ന് ആദ്യം ത്രികോണപ്പോരിൽ പരിശോധിക്കാൻ പോകുന്നത്. മാണി സി കാപ്പനും ജോസ് കെ മാണിയും ഷോൺ ജോർജും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലം. ആദ്യം നമുക്ക് നിലവിലെ MLA സ്വാഗതം ചെയ്താലോ? രജേഷ് രവീന്ദ്ര. മാണി സി കാപ്പൻ എവിടെ വന്നില്ലേ? വന്നു. മാണി സി കാപ്പൻ എത്തി. മാണി സി കാപ്പന്റെ ഈ വാഹനം, ഇത്തവണ നീല വാഹനം കാണുന്നത് ഒരുപക്ഷെ 2019 തെരഞ്ഞെടുപ്പാണ് പറയുന്നതെങ്കിൽ ആ കളർ ചുവന്ന് കിടക്കേണ്ടതാണ്. എന്തായാലും നിലവിലെ MLA ആണ് മാണി സി കാപ്പൻ. മുൻ LDF MLA ആണ്, ഇപ്പോൾ UDFന്റെ MLA. 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഒന്ന് ഉപതെരഞ്ഞെടുപ്പിലാണ് ജയിച്ചത്. സിനിമാ മേഖലയിൽ ബന്ധമുള്ള ആളാണ്, അഭിനയിച്ചിട്ടുണ്ട്, സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. KM മാണിയോടൊപ്പം മികച്ച മത്സരങ്ങൾ നടത്തിയ ഒരാളാണ്. നമ്മൾ ഒരുപക്ഷെ KM മാണിയുടെ പേരാണ് നമ്മൾ ഈ മണ്ഡലത്തെ എല്ലാ കാലത്തും പാല എന്ന് കേട്ടാൽ മാണി എന്നാണ് നമ്മൾ പറയുക. ആ കാലത്തും മാണിയോട് വലിയ ഫൈറ്റ് കൊടുത്ത ഒരാൾ. വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇവർ തമ്മിലുള്ള ഫൈറ്റ് തീർച്ചയായും അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ കാലങ്ങളിലൊക്കെ കൂടെ നിന്നു എന്നുള്ളതായിരുന്നു മാണി സി കാപ്പനോട് ഇടതുപക്ഷത്തിന് അവിടെയുള്ള ഒരു ബന്ധം. പക്ഷേ അത് 2019 ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് വല്ലാതെ മാറി. കാരണം ഈ കേരള കോൺഗ്രസ് ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ മാണി സി കാപ്പൻ അടിയുറച്ചു നിന്നത് പാല വിട്ടുകൊടുക്കില്ല എന്നതായിരുന്നു. അതിലാണ് ആ തെറ്റിൽ തുടങ്ങിയത്. ഒരുപക്ഷെ ആ മണ്ഡലം വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയേനെ. പക്ഷെ അതുണ്ടായില്ല. എന്തായാലും നമ്മൾ വിടാം. ഇനി ഇത്തവണ ജോസ് കെ മാണി വരട്ടെ. അതെ, ജോസ് കെ മാണി വരട്ടെ. മാണി സി കാപ്പനെ വിട്ട് ഞാൻ ജോസ് കെ മാണിയെ വിളിക്കുകയാണ്. അപ്പൊ ജോസ് കെ മാണി കളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ജോസ് കെ മാണി നിലവിലെ കേരള കോൺഗ്രസ് ചെയർമാനാണ്, രാജ്യസഭ MP ആണ്, KM മാണിയുടെ മകനാണ്. 2021 മാണി സി കാപ്പനോട് പരാജയപ്പെട്ടു. ഇതൊക്കെ ബേസിക് ഇൻഫോ, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി 2021 മാണി സി കാപ്പനോട് തോറ്റെങ്കിലും പാർട്ടിയെ LDFിലെ പ്രധാന ശക്തിയാക്കി മാറ്റാൻ ജോസ് കെ മാണിക്ക് ഉറപ്പായും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നമ്മൾ LDFിലെ ഈ സീറ്റ് നിലയോടൊക്കെ ചോദിക്കുകയും തർക്കിക്കുകയും വാങ്ങിച്ചെടുക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം ഇത്തവണ നമ്മൾ RJD ഒക്കെ വാദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജോസ് കെ മാണിയുടെ വാദത്തെ അത്ര പൂർണ്ണമായി എഴുതിത്തള്ളാൻ ഒരിക്കലും LDF തയ്യാറാകാറില്ല. കാരണം ആ തർക്കത്തിലേക്ക് പോകാൻ കാരണം അല്പം ശക്തി എന്തായാലും ഉള്ള ഒരു പാർട്ടിയാണ്. നമ്മൾ പലപ്പോഴും പറയും LDFിലെ ഘടകകക്ഷികളിൽ പലർക്കും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനൊന്നും പറ്റുന്ന പാർട്ടികൾ എല്ലാവരും ഇല്ല. എങ്കിൽ കൂടി LDF പലപ്പോഴും അവരെ കൊണ്ടുപോകാറുണ്ട് ആ അർത്ഥത്തിൽ ഒരു സീറ്റോ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതാണ്. ജോസ് കെ മാണിക്ക് ഒരുപക്ഷെ ഭീഷണിയാകാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. ജോസ് കെ മാണി ഉള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് പുളിക്കക്കണ്ടം എന്നൊരു കുടുംബം ചെയർപേഴ്സൺ സ്ഥാനത്തുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജോസ് കെ മാണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പുളിക്കക്കണ്ട കുടുംബത്തിലെ നേതാക്കളെല്ലാം തന്നെ ഒക്കെ UDFിലേക്ക് പോകുന്ന ഒരു കാര്യം പോലും ഉണ്ടായത്. അവിടെ വന്നു എന്നത് മാത്രമല്ല, ആ കുടുംബത്തിലെ 3 പേർ കൗൺസിലർമാരായി. ആ ഒറ്റ കാരണം കൊണ്ട് UDFന് ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ LDFിലേക്ക് പോകുമോ, LDFുമായി ചർച്ച നടത്തുമോ എന്നതുവരെ അവിടെ ഒരു തർക്ക വിഷയമായി നിന്നിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം അവർ UDFിലേക്ക് പോയി. ആ പോയത് അങ്ങനെ എഴുതിത്തള്ളാനും പറ്റില്ല. കാരണം നിലവിൽ ഭരിക്കുന്ന പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഒരു വലിയ ചെയർപേഴ്സൺ ഉണ്ട്. അതോടൊപ്പം ആ കുടുംബത്തിന്റെ സ്വാധീനം ചെറുതല്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ജോസ് കെ മാണിക്ക് ആ വെല്ലുവിളികളൊക്കെ മറികടക്കേണ്ടതുണ്ട്. ഞാനാണ് പാലയിലെ സുൽത്താൻ എന്നൊക്കെ തെളിയിക്കേണ്ടതുണ്ടെങ്കിൽ ജയിക്കുക തന്നെ വേണം. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഷോണിനെ വിളിക്കാം അല്ലേ? തീർച്ചയായും. ഷോൺ ജോർജ് വരട്ടെ. ഷോൺ ജോർജ് നമുക്കറിയുന്ന പോലെ അഭിഭാഷകനാണ്, PC ജോർജിന്റെ മകനാണ്, BJPയുടെ ക്രിസ്ത്യൻ മുഖങ്ങളിൽ പ്രധാനിയാണ്, ക്രൈസ്തവ സഭയുടെ നേതൃത്വവുമായി വളരെ മികച്ച ബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ്. ഒരുപക്ഷെ ഷോണിന്റെ കാര്യത്തിൽ നമ്മൾ ഈ നിശിതമായി വിമർശിക്കുന്ന, ഇടത് സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയനെ നിശിതമായി വിമർശിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ അർത്ഥത്തിലും നിരന്തരം അത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ എന്ന നിലയിൽ BJP ക്യാമ്പിനോട് വളരെ പെട്ടെന്ന് അടുക്കാൻ പറ്റിയ ഒരാളാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സിവിൽ സർവീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് BJPയിലേക്ക് പോകുന്ന ഒരാൾ അവിടെ BJPയുടെ മുഖമായി ഒന്നും മാറുന്നത് അത്ര പെട്ടെന്ന് സാധിക്കാറില്ല. പക്ഷേ ഷോൺ ജോർജിന് അത് വളരെ പെട്ടെന്ന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിലൊന്നും ഇല്ലാതിരുന്നിട്ടും നമ്മൾ ത്രികോണപ്പോര് ഇവിടെ ഉണ്ട്, പാലായിലുണ്ട്. ഇനി നമുക്ക് കോട്ടയത്തെ രണ്ടാമത്തെ ത്രികോണപ്പോരിലേക്ക് പോകുകയാണെങ്കിൽ അതിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ്. ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് നമ്മൾ ജയരാജനെ തന്നെയാണ്. MLA.
എന്തായാലും കേരള കോൺഗ്രസിലെ പ്രധാനിയാണ്, ചീഫ് വിപ്പ് പദവിയിൽ എത്തിയ ആളാണ്, മണ്ഡലത്തിൽ 3 തവണ MLA ആയി. നമുക്കറിയാം ജയരാജ് വളരെ ജനകീയനായ ഒരാളാണ്. എന്തായാലും വികസനം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇത്തവണയും വോട്ട് പിടിക്കുന്നത്. തുടർച്ചയായി ജയിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എന്തായാലും പരിസ്ഥിതി പ്രശ്നങ്ങളിലൊക്കെ സജീവമായി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്, ജനപ്രിയനാണ്, എഴുത്ത് ആ അർത്ഥത്തിലൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും വലിയ ആ ജനപ്രീതിയൊക്കെ മറികടക്കാൻ UDF-ന് സാധിക്കുമെന്നതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോണി കെ ബേബിയെ വിളിക്കാം. തീർച്ചയായും. ഓക്കെ, അപ്പോൾ UDF-ന്റെ റോണി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാന നേതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് ആളുകളുടെ പേരുകളൊക്കെ ചർച്ച ചെയ്ത മണ്ഡലമാണ്. അവിടെ നിന്നാണ് ഒരു കോളേജ് അധ്യാപകനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത്. സീറ്റ് തർക്കം പ്രധാന ചർച്ചയായ ഒരു സ്ഥലം എന്നത് തന്നെ അവരുടെ സാധ്യതയോ അതോടൊപ്പം ഏത് തരത്തിലേക്ക് വോട്ട് പോകും എന്നതൊക്കെ ശ്രദ്ധേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം വലിയ പ്രതീക്ഷയാണ്. കാരണം നല്ലൊരു ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിന്റെ ഭാഗമായി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസഫ് വാഴക്കൻ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ജോസഫ് വാഴക്കൻ KPCC പ്രസിഡന്റ് ആകുമോ എന്ന തരത്തിലാണ്. ആ തരത്തിലുള്ള ഒരു സ്റ്റാച്ചറുള്ള ഒരു നേതാവിന് വേണ്ടി വാങ്ങിച്ചെടുത്ത ഒരു സീറ്റ്, ആ സീറ്റിൽ ജോസഫ് വാഴക്കൻ കഴിഞ്ഞ തവണ മത്സരിച്ചതാണ്. ഏറ്റുമാനൂരിൽ കിട്ടിയില്ല, ഇവിടെയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ അർത്ഥത്തിൽ എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഉള്ളിൽ നിന്ന് ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നതൊക്കെ ഭീഷണി ഉള്ള ഒരു സ്ഥലം. എന്തായാലും BJP-യിലേക്ക് കൂടി പോകാം. എന്തായാലും BJP സ്ഥാനാർത്ഥി കൂടി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല BJP സ്ഥാനാർത്ഥിയെ കുറിച്ച്. കാരണം കേന്ദ്രമന്ത്രിയാണ്, BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നുകൂടിയാണ് ജോർജ് കുര്യൻ. വന്നു. ഓക്കെ, കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. സംസ്ഥാന BJP-ലെ ക്രൈസ്തവ മുഖമാണ്. സഭാ നേതാക്കളുമായുള്ള ബന്ധം. ജോർജ് കുര്യന്റെ ഒരു പ്രത്യേകത, ഈ BJP ഉണ്ടായത് 1980-ലാണ്. അന്നത്തെ കാലം മുതൽ BJP ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ ഏതെങ്കിലും നമ്മൾ ഈ ക്രിസ്ത്യാനികളിൽ നിന്ന് പോകുന്ന ആളുകളെ ക്രിസംഗി എന്നൊക്കെ പറയുമല്ലോ, ആ അർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരാളല്ല ജോർജ് കുര്യൻ. അന്ന് മുതൽ ആ അർത്ഥത്തിൽ പാർട്ടി ഉണ്ടായ കാലം മുതൽ BJP. നമ്മളൊരു ചെറുപ്പകാലത്ത് TV ചർച്ചകളിലൊക്കെ വരുമ്പോൾ ഒരു നമ്മൾ പലപ്പോഴും പറയും BJP ഒരു ഹിന്ദു പാർട്ടിയാണ് എന്ന തരത്തിലായിരിക്കുമല്ലോ നമ്മൾ പൊതുവെ അതിനെ കാണുക. പക്ഷെ ചാനൽ ചർച്ചകളിൽ ആരാണ് ഈ ജോർജ് കുര്യൻ എന്ന് ചെറുപ്പകാലത്ത് നമ്മൾ തോന്നിപ്പോകുന്ന ഒരു നേതാവാണ്. അന്നത്തെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരാളാണ്. എന്തായാലും ജോർജ് കുര്യന്റെ സ്വാധീനം നമുക്കറിയാം. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇടപെടുന്നു എന്ന് മാത്രമല്ല, സഭാ നേതൃത്വവുമായി ഈ കേന്ദ്ര സർക്കാരുമായി പല വിഷയങ്ങളും നമുക്കറിയാം. ഛത്തീസ്ഗഡിലൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഇടനിലയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. എന്തായാലും കേന്ദ്ര നേതൃത്വവുമായി ഉള്ള ബന്ധമെന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള MP ആയി അവിടെ കേന്ദ്രമന്ത്രിയാക്കിയ ഒരാളാണ്. ആ അർത്ഥത്തിൽ വെറുതെ അങ്ങ് ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് ജയിച്ചതുകൊണ്ട് MP ആയത് മാത്രമല്ല, കേന്ദ്രത്തിലുള്ള നേതൃത്വത്തിന് വളരെയധികം പ്രീതിയുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് അങ്ങനെ കൊണ്ടുപോയി നേതൃത്വത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ആ പോരാട്ടം ശ്രദ്ധേയമാകുകയും ചെയ്യുന്നത്. ഇനിയിപ്പോ പൂഞ്ഞാറിലേക്ക് നമ്മൾ പോവുകയാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ത്രികോണപ്പോര് കോട്ടയ്ക്ക് നടക്കുന്നത് പൂഞ്ഞാറിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പൂഞ്ഞാറിലെ കരുത്തിനെ അങ്ങ് വിളിക്കാമെന്ന് തോന്നുകയാണ്. അതെ, PC ജോർജിനെ സ്വാഗതം ചെയ്ത് നമുക്ക് ആദ്യം PC ജോർജ് എത്തി. PC ജോർജ് പറയുമ്പോൾ നമുക്കറിയാം മുന്നണി ഏതായാലും ഇനി ഒറ്റയ്ക്കായാലും പൂഞ്ഞാറിലെ കരുത്തൻ PC ജോർജ് തന്നെയാണെന്ന് പറയാം. കാരണം 1980 മുതൽ 7 തിരഞ്ഞെടുപ്പുകളിൽ പൂഞ്ഞാറിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. 2016 ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ച് 27,821 വോട്ടിന് ജയിച്ചു PC ജോർജ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ 2016 വിജയമാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അങ്ങനെ മത്സരിച്ചപ്പോൾ 2ാം സ്ഥാനത്തെത്തി. അത് NDA-യും അതോടൊപ്പം കോൺഗ്രസിനെയും പിന്നിലാക്കി 2ാം സ്ഥാനത്തെത്താൻ പറ്റി. 2016 എല്ലാവരെയും തോൽപ്പിച്ച് MLA ആയി. അതുകൊണ്ട് ആ MLA ആയ സമയത്തുള്ള ആ ഭൂരിപക്ഷം വളരെ ചെറിയ ഭൂരിപക്ഷവുമായിരുന്നില്ല. അത് ഏറ്റവും നമുക്കറിയാം, പൂഞ്ഞാറെന്ന് കേൾക്കുമ്പോൾ നമ്മൾ PC ജോർജിനെ കുറിച്ച് തന്നെയാണ് ആദ്യം ചിന്തിക്കുക. ഈ പറഞ്ഞതുപോലെ, ഈ കണക്കുകൾ പറഞ്ഞതുപോലെ വലിയൊരു പോരാട്ടം PC ജോർജ് ഇത്തവണയും ഉണ്ടാക്കുമെന്ന് പറയും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം PC ജോർജ് BJP-യിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പൂഞ്ഞാറിൽ ഇടമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വോട്ടിനൊപ്പം BJP-യുടെ വോട്ട് കൂടി ചേരുമ്പോൾ ജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ PC BJP ആയതുകൊണ്ട് PC-ക്കുള്ള വോട്ടിൽ നിന്ന് ചോർന്നു പോകുമോ എന്നതൊക്കെ അറിയണം. ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ, ഈ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി പൂഞ്ഞാറിലെ ഭരണം പിടിച്ചു എന്നത് മാത്രമാണ്. 24 പഞ്ചായത്ത് അംഗങ്ങൾ ഈ മണ്ഡലത്തിലാകെ ഉണ്ട്. അതൊക്കെ ഏത് തരത്തിൽ വോട്ടിനെ സ്വാധീനിക്കുമെന്നത് കൂടി അറിയേണ്ടതുണ്ട്. നമുക്ക് PC-യെ വിടാം എന്ന് തോന്നുകയാണ്. PC-യെ വേഗത്തിൽ വിടാം. പിന്നെ മറ്റേ നമ്മള് PC-യുടെ ഒരു കാര്യം, ഒരു നെഗറ്റീവും കൂടി പറഞ്ഞു. അതിലൊന്നും ഒരു മാറ്റവും PC-ക്ക് മാറിയിട്ടില്ല. PC ഈ തരത്തിൽ കരുത്തൻ എന്ന് പറയുമ്പോഴും നമ്മൾ കരുത്ത് എന്ന് പറയുന്നത് വായ കൊണ്ട് പറയുന്നത് മാത്രമല്ലല്ലോ, അത് അർത്ഥത്തിൽ സ്വാധീനമെന്ന് പറയാം. പക്ഷേ PC-ക്ക് ഇപ്പോഴും വർഗീയത പറയുന്നതിൽ ഒരു കുറവുമില്ല. PC വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. നമ്മുടെ റിപ്പോർട്ടറെ അടക്കം അധിക്ഷേപിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവത്തിലും PC-ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. PC തന്നെ
തുടരുന്നു. പക്ഷേ അതെ, അത് തെരഞ്ഞെടുപ്പുകളെ ജനങ്ങൾ ഈ പരിഗണിച്ചിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ വിഷയങ്ങളിൽ ഏത് തരത്തിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കൂടി അറിയണം. പി സിക്ക് തിരിച്ചടിയാകുമോ, പി സിക്ക് അനുകൂലമാകുമോ എന്നത് നമുക്കിനി സിറ്റിംഗ് MLA വിളിച്ചാലോ? തീർച്ചയായും പി സി പോകട്ടെ, സിറ്റിംഗ് MLA വരട്ടെ. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നിലവിലെ MLA ആണ്. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമാണ് അദ്ദേഹം. മുന്നണി മാറ്റ വിവാദമൊക്കെ വലിയ ചർച്ചയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എം പോകുമോ ഇല്ലയോ എന്നൊരു ചർച്ച. എനിക്ക് തോന്നുന്നത് റോഷി അഗസ്റ്റിനാണ് അതിലൊരു സ്റ്റാൻഡ് എടുത്തത്. റോഷി അഗസ്റ്റിൻ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ മുന്നണിക്കൊപ്പം പ്രമോദ് നാരായണൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഏറ്റവും നേതൃതലത്തിലുള്ള റോഷി അഗസ്റ്റിന്റെ ഒരു തീരുമാനം വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം മറ്റൊരു ചർച്ചയ്ക്കും ഒരു സ്കോപ്പില്ല എന്ന് പറഞ്ഞ ആളുകളിൽ ഒരാളായിരുന്നു. ആ തരത്തിൽ അന്ന് വലിയ ചർച്ചയാവുകയും ഫേസ്ബുക്കിൽ അത് പറയേണ്ടി വന്നു. സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വന്ന ആളാണ്. ആ അർത്ഥത്തിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് ഇടത് പക്ഷത്തുള്ള ആളുകൾക്ക് ഒരു വിശ്വാസ്യത കുറവ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ തരത്തിൽ വോട്ടുകൾ മാറുമോ എന്നതൊക്കെ അറിയണം. അതോടൊപ്പം തന്നെ ഈ MLA വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിർണായകം. ഇനി അടുത്ത ആളിലേക്ക് പോവാം. തീർച്ചയായും അഡ്വക്കേറ്റ് സജി ജോസഫ്, അദ്ദേഹത്തിന്റെ പ്രാദേശിക എതിർപ്പൊക്കെ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി പറഞ്ഞു തുടങ്ങാം അല്ലെ? അതേപോലെ സ്ഥാനാർത്ഥിത്വവും വളരെ അപ്രതീക്ഷിതമായിരുന്നു. നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെബാസ്റ്റ്യൻ MJ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. അത് സജി ജോസഫ് എന്ന് കേൾക്കുമ്പോൾ അത് ഈ പ്രചാരണത്തിൽ ഒരു രസകരമായ കാര്യമാണ്. ഈ ഞാൻ ഇതാണ് എന്ന് കൂടി പറഞ്ഞ് പരിചയപ്പെടുന്നത്. നമ്മൾ ഒരാളുടെ പേര് ആ അർത്ഥത്തിൽ അറിയപ്പെടുകയും നമ്മൾക്ക് ഒഫീഷ്യലി മറ്റൊരു പേരാവുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിന് ആ അർത്ഥത്തിൽ കൂടി ഈ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ ബോർഡുകളിലൊക്കെ കാണുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ അലോഷ്യസ് സേവ്യറിന്റെ പേരൊക്കെ നമ്മൾ കേട്ടിരുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം വരാൻ വേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. അതോടൊപ്പം ഇദ്ദേഹത്തിനെതിരെയും പോസ്റ്ററുകൾ ഉണ്ടായ, സജി ജോസഫിനെതിരെ അവിടെ പ്രാദേശിക തലത്തിൽ എതിർപ്പുണ്ടായ പോസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ആളുകൾ അത് ഈ ക്യാമ്പിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് പറയേണ്ടതാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ബാധിക്കും, വിശദമായി തന്നെ വിട്ടേക്കാം അല്ലെ?